ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് കസ്റ്റർഡാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. മാത്രമല്ല സൽക്കാരങ്ങൾക്കും നോമ്പ് തുറക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസേർട്ടാണ്. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. 1 ലിറ്റർ പാലിൽ നിന്ന് കുറച്ച് പാലെടുത്ത് ഞാൻ മാറ്റിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ്. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം പാൽ ഒരുവിധം തിളച്ച് വരുന്നുണ്ട്. ആ തിളച്ച് വരുന്ന സമയത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റെർ ചെയ്തിട്ടിരിക്കണം. കാരണം അല്ലെങ്കിൽ കട്ട പിടിച്ചു പോവും. അപ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റെർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസി ആകുന്നത് വരെ നമുക്കതൊന്ന് കുറുക്കിയെടുക്കാം. നിങ്ങൾക്ക് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആണോ വേണ്ടതെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഈ പരുവത്തിൽ നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ ഒന്നും കൂടെ കട്ടിയാക്കിയെടുക്കാം. അപ്പോൾ എന്നിട്ട് ഈ ചൂടോടെ തന്നെ ഞാനിത് ഒരു സെർവിങ് ട്രേയിലേക്ക് മാറ്റുകയാണ്. അതൊന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത കസ്റ്റർഡാണിത്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ആപ്പിൾ, പഴം, മുന്തിരി, പോമഗ്രാനൈറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഫ്രൂട്ട് കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.